വേദിയിലെ പ്രമുഖരായ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെ, ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന, വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 11 മണിക്ക് യോഗം അവസാനിപ്പിക്കണമെന്ന് അധ്യക്ഷൻ പറഞ്ഞതിന് ശേഷം എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു പ്രസംഗം എന്തായാലും നടക്കും, ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഞാനിതിൻ്റെ സംഘാടകരോട് പറഞ്ഞതാണ്, ഞാനിപ്പോൾ പ്രസംഗിക്കുന്നില്ല, എല്ലാവരും പ്രസംഗിച്ചതിന് ശേഷം എന്തെങ്കിലും പറയുന്നതിന് പിന്നീട് പറയാം എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധപൂർവ്വം ആദ്യം തന്നെ സംസാരിക്കുകയാണ് നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തലം ഉപരിഘടനയുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനത്തിനാണ്. എന്തെല്ലാം പേര് വിളിച്ച് ഈ ഉപരിഘടനയെ നമുക്ക് വേർതിരിക്കാമെങ്കിലും എല്ലാം കൂടി ചേർത്ത് ഉപയോഗിക്കുന്നൊരു പദം മാത്രമാണ് സാംസ്കാരിക തലം. അതിൽ രാഷ്ട്രീയവും വിദ്യാഭ്യാസവും കലയും എല്ലാം ഉൾപ്പെട്ടതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഞാനതിൻ്റെ മറ്റു വിശദീകരണത്തിലേക്ക് കടക്കാനല്ല, സാംസ്കാരിക ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥ തലത്തിലെ മൗലികമായ കാര്യം ജനാധിപത്യവും സ്വാതന്ത്ര്യവുമാണ്. ജനാധിപത്യപരമാവാത്ത, സ്വതന്ത്രമാവാത്ത ഒരു ചിന്തക്കും ഒരാശയത്തിനും സാംസ്കാരികമായ തലത്തിലേക്ക് ഉയരാൻ ആപ്തിയുണ്ടാവില്ല. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, മുമ്പെല്ലാമാണെങ്കിൽ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഒരു വിശദീകരണവും ഇല്ലാതെ ബോധ്യപ്പെടും. അതാണ് പ്രത്യേകത. മുമ്പാണെങ്കിൽ